ഹലോ. റെയിൽവേയുടെ 2025 നോട്ടിഫിക്കേഷനുകളും പുതിയ റിക്രൂട്ട്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെയിൽവേയുടെ ALP നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും റെയിൽവേയുടെ ടെക്നീഷ്യൻ RRB ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷനാണ്. ALPക്ക് ശേഷം രണ്ടാമത് എക്സ്പെക്ട് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷനാണ് ടെക്നീഷ്യൻ. അപ്പോൾ അതിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് പബ്ലിഷ് ചെയ്തത്. നാളെ മുതൽ ആപ്ലിക്കേഷൻ ലൈവ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. RRB ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത്. റീസെൻ്റ് ആയിട്ട് തൊട്ട് മുമ്പ് റിലീസ് ചെയ്തൊരു ഷോർട്ട് നോട്ടീസാണ്. നമുക്കറിയാം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഷോർട്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷമാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം നാളെ മുതലാണ് ഈ ഒരു ഷോർട്ട് നോട്ടീസ് പ്രകാരം ആപ്ലിക്കേഷൻ. നമുക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാം. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 28 ജൂൺ 2025. അതായത് നാളെ മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് 28 ജൂലൈ 2025 ഒരു മാസം ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് ജസ്റ്റ് നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസ് പേ ലെവൽ 7 വരുന്ന പോസ്റ്റാണ്. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 33 വരെയാണ്. അതിന് 183 വേക്കൻസീസ് ആണ് ആകെയുള്ളത്. ഇനിയും ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ഗ്രേഡ് 3യുടെ പേ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ആണ്. പേ ലെവൽ 2 വരുന്നതാണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ്. 6055 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 6238 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് റെയിൽവേയുടെ വെബ്സൈറ്റ്സിൽ അപ്ഡേറ്റ് ചെയ്യും. നാളെ മുതലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എലിജിബിലിറ്റി ഉള്ള ITA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് കൂടുതലും വേക്കൻസീസ് വരുന്നത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. 2025 റെയിൽവേ പരീക്ഷകൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫുൾ സ്ട്രെച്ചിൽ പഠിച്ചു തുടങ്ങിക്കോളുക. കാരണം RRBയുടെ ALP വിളിച്ചു, ഇപ്പോൾ ടെക്നീഷ്യൻ വിളിച്ചിരിക്കുന്നു. ഇനി ഒരുപാട് പരീക്ഷകൾ വിളിക്കാനുണ്ട്. NTPC ഉൾപ്പെടെ ഗ്രൂപ്പ് D ഉൾപ്പെടെ 2025 വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. 2024 കുറേ പ്രോസസ്സുകൾ ഇപ്പോൾ നടക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും കുറച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. എന്നിരുന്നാൽ പോലും 2025 നോട്ടിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ പഠിക്കുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പഠിച്ചോളുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്